സാമുദായിക സമവാക്യങ്ങൾ കൊണ്ടും രാഷ്ട്രീയ സ്വാധീനം കൊണ്ടും ഏറെ ശ്രദ്ധേയമാണ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം. ഏറെ പ്രമുഖർ പാർലമെന്റിലേക്ക് എത്തിയ മണ്ഡലം പ്രമുഖരുടെ അട്ടിമറിക്കും സാക്ഷിയായി. മണ്ഡലത്തിന്റെ ഹ്രസ്വ ചരിത്രത്തിലേക്ക്. തിരുവനന്തപുരം ജില്ലയിലെ 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, കോവളം, നെയ്യാറ്റിങ്കര, പാറശാല എന്നിവയാണ് മണ്ഡലങ്ങൾ. 11.5 ലക്ഷം പേരായിരുന്നു 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർമാർ. 12 ലക്ഷത്തിലധികം വോട്ടർമാർ ഇത്തവണ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. 1951 ആദ്യ തെരഞ്ഞെടുപ്പിൽ ആനി മസ്കറിനെ വിജയിപ്പിച്ച മണ്ഡലത്തിൽ നിന്ന് BK കൃഷ്ണമേനോൻ, P വിശ്വംഭരൻ, MN ഗോവിന്ദൻ നായർ, PK വാസുദേവൻ നായർ, K കരുണാകരൻ തുടങ്ങിയ പ്രമുഖർ പാർലമെന്റിലേക്ക് പോയിട്ടുണ്ട്. ഇടത് വലത് മുന്നണികൾക്ക് ശക്തമായ രാഷ്ട്രീയ അടിത്തറയുള്ള മണ്ഡലം കൂടുതൽ പിന്തുണച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയാണ്. 8 തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിമാർ വിജയിച്ചു. ഇടത് മുന്നണിയിൽ CPIക്കാണ് തിരുവനന്തപുരം സീറ്റ്. 4 തവണ CPI സ്ഥാനാർത്ഥികൾ വിജയിച്ചു. പാർട്ടി നേതാക്കളെയും സ്വതന്ത്രന്മാരെയും CPI പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും പാർട്ടി നേതാക്കൾ മത്സരിച്ചപ്പോഴാണ് വിജയം കൊയ്തത്. 90കൾക്ക് ശേഷം ഹിന്ദുത്വ രാഷ്ട്രീയം ശക്തിയാർജിച്ചു വരുന്നുവെന്നതാണ് മണ്ഡലത്തിന്റെ മറ്റൊരു പ്രത്യേകത. കഴിഞ്ഞ തവണ O രാജഗോപാൽ തരൂരിന് പിറകെ പോയത് 15,470 വോട്ടുകളുടെ മാത്രം വ്യത്യാസത്തിലാണ്. മണ്ഡലത്തിന്റെ ഭാഗമായ നേമത്ത് നിന്നാണ് O രാജഗോപാൽ നിയമസഭയിൽ BJPയുടെ അക്കൗണ്ട് തുറന്നതും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 35 BJP കൗൺസിലർമാരിൽ ഭൂരിഭാഗവും ഈ മണ്ഡലത്തിൽ നിന്നാണ്. BJP ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമായി തിരുവനന്തപുരം മാറിയതിന്റെ കാരണവും വേറെ അന്വേഷിക്കേണ്ടതില്ലല്ലോ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ CPMും കോൺഗ്രസും 3 സീറ്റ് വീതം വിജയിച്ചപ്പോൾ BJPക്ക് 1 സീറ്റ് കിട്ടി. സാമുദായിക വിഭാഗങ്ങൾക്ക് നിർണായക സ്വാധീനമാണ് മണ്ഡലത്തിലുള്ളത്. നായർ, നാടാർ വിഭാഗങ്ങൾക്കൊപ്പം തീരദേശ മേഖലയടക്കമുള്ള ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളും തെരഞ്ഞെടുപ്പിന്റെ ഗതിയെ സ്വാധീനിക്കാൻ കഴിവുള്ളവരാണ്. നായർ, നാടാർ വിഭാഗങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെയാണ് സാധാരണഗതിയിൽ മുന്നണികൾ പരീക്ഷിക്കുക. പാറശാല, നെയ്യാറ്റിങ്കര, കോവളം മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന നാടാർ വിഭാഗം പല തെരഞ്ഞെടുപ്പുകളുടെയും വിധി നിർണ്ണയിച്ചവരാണ്. തിരുവനന്തപുരം മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ പല വമ്പന്മാരും മുൻകാലങ്ങൾ അട്ടിമറിക്കപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ്. ഈ നീലലോഹിതദാസ് നടപ്പുന്ന MN ഗോവിന്ദൻ നായരെ അട്ടിമറിച്ച മണ്ഡലമാണ്. അതുപോലെ ചാൾസ് പോലെയുള്ള പുതുമുഖങ്ങളെ കരുണാകരൻ നിർത്തി പരീക്ഷിച്ച് വിജയിച്ച മണ്ഡലമാണ്. അങ്ങനെ ഈ തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ ഇതിനേക്കാൾ ഉപരി ഒരു സാമുദായിക പ്രാതിനിധ്യത്തിന് അല്പം മേൽക്കൈ കിട്ടുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലം. അതുതന്നെ നായർ, നാടാർ സമുദായങ്ങൾക്ക് നല്ല ഒരു പ്രാമുഖ്യമുള്ള ഒരു പാർലമെൻറ്റ് മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം മണ്ഡലം. നാടാർ വിഭാഗത്തിന് സ്വാധീനമുള്ള, വളരെ സ്വാധീനം ചെലുത്താവുന്ന നേതാവാണെങ്കിൽ തീർച്ചയായും അവരുടെ ഒരു മൊത്തത്തിലുള്ള പൂർണ്ണമായ പിന്തുണ നേടിയെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കഴിയുന്നത്. അത് ആരായാലും 2014 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ശശി തരൂരും BJPയിലെ O രാജഗോപാലും തമ്മിലായിരുന്നു മത്സരം. തരൂർ 2,97,806 വോട്ടുകൾ നേടിയപ്പോൾ O രാജഗോപാൽ 2,82,806 വോട്ട് നേടി. 15,470 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് തരൂർ വിജയിച്ചു. നായർ, നാടാർ വോട്ടുകൾ മുന്നണികൾക്കിടയിൽ വിഭജിച്ചു പോയപ്പോൾ മണ്ഡലത്തിലെ മറ്റൊരു സ്വാധീന കേന്ദ്രമായ തീരദേശമാണ് അന്ന് തരൂരിനെ തുണച്ചത്. നാടാർ വിഭാഗത്തിൽ നിന്നുള്ള പുതുമുഖമായ ഡോക്ടർ ബെനറ്റ് എബ്രഹാമിനെ രംഗത്തിറക്കിയ CPI 3ാം സ്ഥാനത്തേക്ക് പോയി. സ്ഥാനാർത്ഥി നിർണയമാണ് മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സാമുദായിക അടിയൊഴുക്കുകളെ നിർണ്ണയിക്കുക. ഇത് തിരിച്ചറിഞ്ഞു തന്നെയാണ് ഓരോ സ്ഥാനാർത്ഥികളെയും രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കുന്നതും. ക്യാമറ പേഴ്സൺ ഷിബിൻ ബഷീറിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1.